നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാം പേജിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അധിക്ഷേപം നടത്തിയ സംഭവം അഡ്മിനെതിരെ കേസെടുത്തു പോലീസ്. കുടുംബാധിപത്യം എന്ന ഇൻസ്റ്റഗ്രാം പേജിന്റെ അഡ്മിനെതിരെയാണ് തൃശൂർ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇൻസ്റ്റഗ്രാം പേജിലൂടെ മുഖ്യമന്ത്രിയെ ഇയാൾ അധിക്ഷേപിച്ചത്. തൃശൂർ സ്വദേശിയായ അഭിഭാഷകൻ ഋഷിചന്ദ്രന്റെ പരാതിയിലാണ് പ്രതിക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 2 മാസം മുൻപ് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തതും അഭിഭാഷകൻ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു. അതേസമയം ഈയിടയ്ക്കാണ് സമൂഹ മാധ്യമത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ കന്യാസ്ത്രീക്കെതിരെ കേസെടുത്തത്. അഭിഭാഷകയും കന്യാസ്ത്രീയുമായ ടീന ജോസിനെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തത്. ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയ്ക്ക് താഴെ കമന്റ് ഇട്ടതാണ് വധഭീഷണി മുഴക്കിയെന്ന പരാതിക്ക് അടിസ്ഥാനമായത്. DJPക്ക് കിട്ടിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രിയെ ബോംബിട്ട് കൊന്നുകളയണമെന്നായിരുന്നു ടീന ജോസിന്റെ കമന്റ്. വിവാദമുയർന്നതോടെ സഭാ നേതൃത്വം ടീന ജോസിനെ തള്ളി. സഭാ നേതൃത്വത്തിനെതിരെ പ്രവർത്തിക്കുന്നയാളാണെന്നും നേരത്തെ തന്നെ ഇവരെ പുറത്താക്കിയിട്ടുണ്ടെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. കൊലപാതക ഭീഷണിയാണ് കന്യാസ്ത്രീ ടീന ജോസ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. ഈ സംഭവത്തിൽ സുപ്രീം കോടതി അഭിഭാഷകനാണ് പരാതി നൽകിയത്. വിദ്വേഷ പ്രചാരണമാണ് ഫേസ്ബുക്കിലൂടെ നടത്തിയതെന്നും ടീന ജോസിനെതിരെ കേസെടുക്കണമെന്നുമായിരുന്നു സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ KR സംസ്ഥാന DGPക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. കൊലവിളി കമന്റിട്ട കന്യാസ്ത്രീക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള സെൽറ്റൻ L. ഡിസൂസ എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ടീന ജോസ് ഭീഷണി രൂപത്തിൽ കമന്റ് ഇട്ടത്. അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ. നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധി തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റുമെന്നായിരുന്നു ടീന ജോസിന്റെ കമന്റ്. എന്നാൽ ടീന ജോസിനെ 2009 പുറത്താക്കിയതാണെന്നും അന്നു മുതൽ തിരുവസ്ത്രം ധരിക്കാൻ ടീന ജോസിന് നിയമപരമായ അനുവാദമോ അവകാശമോ ഇല്ലാത്തതാണെന്നും CMC സന്യാസിനി സമൂഹം പ്രതികരിച്ചു. ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായി അവരുടെ തീരുമാനത്തിൽ ഉത്തരവാദിത്തത്തിൽ മാത്രമാണ്. CMC സന്യാസിനി സമൂഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ലെന്നും വക്താവ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. മാത്രമല്ല, കന്യാസ്ത്രീയുടെ പരാമർശങ്ങൾ സംസ്കാരമുള്ള സമൂഹത്തിന് അപമാനമാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി വിമർശിച്ചിരുന്നു. ടീന ജോസ് 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കടുത്ത പ്രചാരകയാണ്. കൊലവിളി നടത്തുന്ന വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രചാരകയായി തുടരാൻ എങ്ങനെ സാധിക്കുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.